കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് ഉള്ള പ്രതീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ ഒക്കെ പറയുകയാണ്. അതേ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുകയാണ്, ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 കേരളമാണ്, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 കേരളമാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 കേരളമാണ്. അങ്ങനെയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളാണ് ഈ സ്റ്റോറി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാക്കാക്കിക്കൊണ്ടുള്ള സ്റ്റോറിയാണ്. കേരളം തീർച്ചയായിട്ടും ന്യായമായും നിയമപരമായും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സംരക്ഷിക്കൂ, അവർക്ക് സംരക്ഷണം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എത്ര സ്റ്റോറിയുടെ ഇറങ്ങിയാലും ഞാൻ ഇവിടെ സൂചിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, കേരള സ്റ്റോറി 2ാമത്തെ എഡീഷന് വന്നോട്ടെ കഥകൾ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ ബദൽ സ്റ്റോറി ഇറക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ആ സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി അതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ പാഠപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ NCERTക്ക് ഇഷ്ടമില്ലാത്ത കുറെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയല്ലോ. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം, ഗുജറാത്ത് കലാപം, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളെല്ലാം വെട്ടിമാറ്റിയല്ലോ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും മിണ്ടിയില്ലല്ലോ, അരങ്ങിയില്ലല്ലോ. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒന്നും മിണ്ടിയില്ലല്ലോ. ആ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പുതിയൊരു പാഠപുസ്തകം ഉണ്ടാക്കി അത് കുട്ടികളെ പഠിപ്പിക്കുകയും പരീക്ഷ എഴുതിപ്പിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. ഇനിയും ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ചരിത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും തെറ്റായി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചാൽ അതിനെ എന്ത് നഷ്ടമുണ്ടായിരുന്നാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണടച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രസക്തി ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഞാൻ ത്യാഗികൾ എന്നുള്ളത് ഒരു വാക്കിനെ ഉപയോഗിക്കുകയാണ്. അവർ ഓരോ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവരെല്ലാം സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട് ഈ പ്രോഗ്രാം. അപ്പോൾ എനിക്ക് ഞാൻ അതിനുശേഷമാണ് അവരുടെ ത്യാഗ മനോഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് വേണമല്ലോ. ഫണ്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ലേ? ഈ ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് വീട്ടിൽ നിന്ന് കാശെടുത്ത് ചിലവഴിക്കാൻ നല്ലത് ആരും ഒരു രൂപ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ആലോചിക്കാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.